സർ, ഗ്യാസിന് ക്ഷാമം നേരിടുന്നു എന്ന വാർത്ത പുറത്തു വന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഓരോ ചാനലുകളെയും കണ്ടത് മിക്ക ഹോട്ടലുകളുടെയും ക്യാന്റീനുകളുടെയും ഒക്കെ അടുക്കളയിലാണ്. കാരണം ഗ്യാസ് ക്ഷാമം എത്രത്തോളം വലുതാണ് എന്ന് മറ്റു പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടി അവർ അഹോരാത്രം അന്നൊരു ദിവസം മുഴുവൻ മാരത്തോൺ ലൈവ് പോയി പണിയെടുത്തു എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു ഉത്സാഹമോ അത്തരത്തിലുള്ള ആവേശമോ കഴിഞ്ഞ ദിവസം പെട്രോൾ ഡീസൽ വില കുറഞ്ഞതിൽ കണ്ടില്ല. മിക്ക മാധ്യമങ്ങളും ഈ വാർത്ത ശ്രദ്ധിച്ചേയില്ല എന്ന് മാത്രമല്ല, ഇലക്ഷൻ തിരക്കിനിടയിൽ വിട്ടുപോയി എന്ന ന്യായീകരണങ്ങൾ ഇറക്കുന്ന ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ പോലും നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരം വാർത്തകൾ അറിഞ്ഞുകൊണ്ട് മുക്കിക്കളയും? ഈ വാർത്തയിൽ നിന്ന് തന്നെ ഇവിടുത്തെ മീഡിയ അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകൾ, സോഷ്യൽ മീഡിയ, ഇവരുടെയൊക്കെ പ്രവർത്തനം എന്തിനാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധാരണ ജനങ്ങൾക്ക് സാധിക്കുന്നതാണ്. കാരണം ഗ്യാസ്, LPG ഗ്യാസിന് സത്യത്തിൽ ഒരു വലിയ കിട്ടാത്തൊരവസ്ഥയൊന്നും ഇവിടെ ഗ്യാസിന് സംഭവിക്കാതിരിക്കുമ്പോൾ യുദ്ധം തുടങ്ങി രണ്ടാമത്തെ ദിവസം തന്നെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിപ്പോ മിനിഞ്ഞാന്ന് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവന വരെ ഇറക്കിയിട്ടുണ്ട്. കാരണം യുദ്ധം ശക്തമാവുകയാണെങ്കിൽ നമ്മൾ തയ്യാറെടുത്തില്ലെങ്കിൽ പിന്നീട് നമ്മൾ പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ആ ഒരു പ്രസ്താവന ഇറക്കിയത്. കാരണം യുദ്ധം മുറുകുകയാണെങ്കിൽ നമ്മളിപ്പോ മിസൈൽ ഇടുന്നു, ആളെത്ര മരിച്ചു, ഇതൊക്കെ നോക്കുന്നുള്ളൂ. പക്ഷെ അതിനെക്കാട്ടിയും വലിയ ഒരു സംഭവമായിരിക്കും യുദ്ധം കൊടുമ്പിരി കൊണ്ടാൽ ഇവിടെ നടക്കാൻ പോകുന്നത്. കാരണം ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഡെഡ് ആയിരിക്കും. ഈ മൊബൈൽ ഒന്നിനും പറ്റില്ല, പിന്നെ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിൽ കോൾ വിളിക്കാൻ പറ്റില്ല, വേറെ ഒരു തരത്തിലുള്ള ഡിജിറ്റൽ ഇതിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല, ഒന്നും തന്നെ ഉണ്ടാവില്ല. കാരണം ഈ ഹോർമുസ് കടലിടുക്കിന്റെ അടിയിൽ കൂടെയാണ് ഇതിന്റെ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിക്കുന്ന ആ കേബിളുകളിൽ പോകുന്നത്. ഇറാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, യുദ്ധം വലുതാവുകയാണെങ്കിൽ, അമേരിക്കയും ഇസ്രായേലും ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ കടലിടുക്കുകളിൽ പോകുന്ന കപ്പലുകളെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളൂ. ഇനിയും ഞങ്ങളെ ഉപദ്രവിച്ചാൽ ഈ കേബിളുകൾ മുഴുവൻ ഞങ്ങൾ മുറിച്ചിടും, അതായത് വിച്ഛേദിക്കുമെന്നാണ് അവർ വാണിംഗ് പറഞ്ഞിരിക്കുന്നത്. ഇത് പുറത്തു പറയാത്ത കാര്യമാണ്. അപ്പോ ഈ യുദ്ധം മുറുകുകയാണെങ്കിൽ ഇറാൻ ചിലപ്പോ ഈ വിവരക്കേടും ചെയ്തു എന്ന് വരാം. അത് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി മുന്നേക്കുട്ടി ഈ ഗ്യാസ് കിട്ടി ഇത് വന്നപ്പോ ഒരു ചായ കുടിക്കാതിരിക്കുന്ന അവസ്ഥ ആയിരിക്കില്ല ഈ കേബിൾ മുറിച്ചാൽ ഉണ്ടാവാൻ പോകുന്നത്. കയ്യിലെ മൊബൈലേ നിൽക്കും. ഈ മൊബൈൽ ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഒരാളെയും ബന്ധപ്പെടാൻ പറ്റില്ല. ലാൻഡ് ലൈൻ മിക്ക വീട്ടിലും ഇപ്പൊ ഇല്ല, ആ സംഭവമേ എടുത്തു കളഞ്ഞു, ലാൻഡ് ലൈൻ സംഭവം. അപ്പൊ എല്ലാവരും മൊബൈൽ ഉപയോഗിച്ച് എത്ര പെട്ടെന്ന് ആശയവിനിമയങ്ങളും കാര്യങ്ങളും നീക്കുമ്പോൾ ആ സംഭവം ഇല്ലാതായി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി ആ ലോകത്തെക്കുറിച്ച്, ആ ലോകത്ത് ജീവിക്കുന്നതിനെ കുറിച്ച്. അപ്പോ ഗ്യാസിനെക്കാട്ടിയും വലിയ പ്രശ്നമായിട്ട് അത് മാറുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അറിയാം. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ അനുഭവിക്കുകയേ യോഗമുള്ളൂ, വേറെ വഴിയില്ല. പക്ഷേ അതില്ലെങ്കിലും ജീവിക്കാം. നമുക്ക് ജീവിക്കാൻ വേണ്ടത് ഒന്നേ ഉള്ളൂ. നമുക്ക് ജീവിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെള്ളവും വായുവാണ്. ഇത് രണ്ടും സമയാസമയങ്ങളിൽ ഉപയോഗിക്കാനാണ് വെളിച്ചവും. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ആവശ്യം പ്രധാനമായിട്ട്. വെള്ളം, വായു, വെളിച്ചം. ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ജീവിക്കാം. പക്ഷെ അതിൽ നിന്നെല്ലാം നമ്മുടെ ജീവിത രീതിയുടെ ക്രമങ്ങളനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം തന്നെ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചാലും നമുക്ക് ജീവിക്കാം. അത് ഇന്ന് പോരാ, നോൺ വെജ് കഴിക്കുന്ന കുറെ ആൾക്കാർക്ക്. അങ്ങനെ പല രീതിയിൽ വ്യതിയാനങ്ങൾ നമ്മുടെ ജീവിത രീതിയിൽ വന്നു. അങ്ങനെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ ഈ ഈ നമ്മുടെ പ്രധാനമന്ത്രി പലതരം ഇതൊക്കെ നിൽക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കി മുന്നേക്കുട്ടി നമുക്ക് ഒരു മുന്നറിയിപ്പ് തന്നു. അത് തന്നെ ആയിരുന്നു നമ്മുടെ ഗ്യാസിന്റെ വിഷയം വന്നപ്പോ അത് ഇല്ലാത്തൊരു വിഷയം
വലുതാക്കി കാണിച്ച്, പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഗ്യാസ് ഇതാ ഇല്ല, ഹോട്ടൽ തുറക്കുന്നില്ല, ഗ്യാസും കുറ്റി ഹോട്ടൽ നിരത്തി വെച്ച് അതുമ്മ കയറി ഇരുന്നിട്ട് മുദ്രാവാക്യം വരെ വിളിച്ചു. പണ്ട് ബീഫിന്റെ വിഷയം പറഞ്ഞ മാതിരി. ഈ ബീഫ് നിരോധിച്ചത് ആരാ? BJP ആണോ? BJP പ്രധാനമന്ത്രിയാണോ? 26 സംസ്ഥാനങ്ങളിലും ബീഫ് നിരോധിച്ചതിൽ ഒരു ചണ്ഡീഗഡിലും ചണ്ഡീഗസ്ഥാനിലോ ഒരു സംസ്ഥാനത്ത് മാത്രമേ BJP നിരോധിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ബീഫ് നിരോധനം നടത്തിയത് കോൺഗ്രസ് ആണ്. എന്നിട്ടാണ് ആ കോൺഗ്രസ് ഒരു ബീഫ് സമ്മേളനം, ഒരു പശുക്കുട്ടീനെ റോട്ടിൽ കൊണ്ടുവന്ന് കൊന്ന് ഇറച്ചി വെച്ചിട്ട് വിളമ്പിയത് നമ്മൾ ലൈവായി കണ്ടതാണ്. അതാണ് ഇവിടുത്തെ ഭരണകർത്താക്കളുടെ സംസ്കാരം. അപ്പോ ഗ്യാസ് വിഷയം ഇത്രയും വലിയ ഒരു വിഷയമാക്കി ഗ്യാസ് ഇതാ കഴിയാൻ പോകുന്നു, ജനങ്ങളെ പാനിക്കാക്കി വിടുന്നു. പാർലമെന്റിൽ വരെ ഒരു ജിഹാദി MP പ്രസംഗിച്ച് കോളുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതായത് ഗ്യാസ് കിട്ടാതെ ജനങ്ങൾ ആകെ പാനിക്കായി പോയി, ഞാൻ ആകെ ബുദ്ധിമുട്ടി നടക്കുകയാണ്. പാർലമെന്റിൽ പോലെ അട്ടഹസിച്ചു. പക്ഷെ ഇവിടെ ഗ്യാസ് കിട്ടാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കൺട്രോൾ വരുത്തി. കാരണം ഗ്യാസ് നിത്യോപക സാധനത്തിനും മാത്രമുള്ളതാണ്. പക്ഷെ അത് കൂടുതലുള്ള കാരണം വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തു എന്ന് മാത്രം. അത് താൽക്കാലികമായി കൺട്രോൾ ചെയ്തപ്പോഴേക്കും വിഷയം വേറെ തരത്തിൽ അവതരിപ്പിച്ച് തെറ്റായ പലതരം ന്യൂസുകൾ ഉണ്ടാക്കി. പക്ഷേ ക്രൂഡ് ഓയിലിന്റെ വില ലോക മാർക്കറ്റിൽ കൂടാൻ തുടങ്ങി, നന്നായി കൂടി എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. $100 മുകളിലേക്ക് അത് കടന്നു. ഇന്ന് $112 $115 ആയത് എത്തി. $20 ഉണ്ടായിരുന്ന സാധനമാണ് $30 ആയി, $40 ആയി. അങ്ങനെ നിൽക്കുന്ന ഈ $10 ആയാലും എണ്ണ കമ്പനികൾ ഓടും ലാഭത്തിൽ എന്ന അവസ്ഥ നിൽക്കുമ്പോൾ അതിന്റെ വിലയാണ് ഇന്ന് ഇപ്പോ ഒരു കുറെ കാലങ്ങളായിട്ട് 30, 40, 50 റേഞ്ചിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ക്രൂഡ് ഓയിൽ വില പെട്ടെന്ന് ഒരു ഇറാൻ യുദ്ധത്തിന്റെ പേരും പറഞ്ഞ് ഇപ്പോ $100 കടന്ന് $115 $115 അത് മാറി. ഇത് വന്നപ്പോൾ ഇവിടത്തെ ഒരു പ്രൈവറ്റ് പെട്രോൾ പമ്പായ നയര പെട്രോൾ പമ്പ് 4 ദിവസം മുമ്പേ 3 രൂപയോ 5 രൂപയോ കൂട്ടി പെട്രോളിന്റെ വില എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ വന്നപ്പോൾ, അതായത് ഇവിടെ പെട്രോളിന്റെ വില കൂട്ടാനും കുറയ്ക്കാനും ഉള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനല്ല എന്ന് എല്ലാവരും ഓർക്കുക. അത് മൻമോഹൻ സിംഗ് കോൺഗ്രസ് ഗവൺമെന്റ് ഉള്ളപ്പോൾ അതിന്റെ പവർ, അതായത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂട്ടാനും കുറയ്ക്കാനും ഏത് സമയത്തുമുള്ള പൂർണ്ണ അധികാരം അതാത് കമ്പനികൾക്ക് അന്ന് പാർലമെന്റിൽ നിയമം കൊണ്ടുവന്ന് പാസാക്കി കൊടുത്തിട്ടുണ്ട്. ആ നിയമം സത്യത്തിൽ BJP ഗവൺമെന്റ് പിൻവലിക്കാനുള്ള പുതിയ ബില്ല് അവതരിപ്പിച്ച് ആ നിയമം പിൻവലിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തുകൊണ്ടോ അത് പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ കോൺഗ്രസ് ഒരു വേറെ ബില്ല് അവതരിപ്പിച്ചിട്ടില്ല ഇന്നേ വരെ. കാരണം അവർ കൊണ്ടുവന്ന ബില്ലാണ്. ഇപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ജനങ്ങളാണ്. എന്നാ ശരി, അന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റി, ആ ബില്ല് പിൻവലിക്കണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, ആ ബില്ല് പിൻവലിക്കണം, പരമാധികാരം ഈ ഓയിൽ കമ്പനികൾക്കുള്ളത് പിൻവലിക്കണം, അത് സർക്കാരിന്റെ കയ്യിൽ തന്നെ വേണം, ഈ വില നിയന്ത്രണം എന്ന ഒരു ബില്ല് ഇപ്പൊ കൊണ്ടുവരണമെന്ന് ഇവിടുത്തെ ഹിന്ദി മുന്നണി എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പോ അതൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോൾ ആ പരമാധികാരം ഓയിൽ കമ്പനികളുടെ കയ്യിൽ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് നയര കമ്പനി ഇന്നലെ മിനിഞ്ഞാന്നോ ഈ ക്രൂഡ് ഓയിലിന്റെ വില കൂടിയ കാരണം അവർ 5 രൂപ പെട്രോളിന് 1 ലിറ്ററിന് കൂട്ടി. ഇത് കണ്ട കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ തടയിടാൻ വേണ്ടി തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് പെട്ടെന്ന് കേന്ദ്രത്തിന്റെ എക്സൈസ് ഡ്യൂട്ടി പിൻവലിച്ചു. അതായത് എക്സൈസ് ഡ്യൂട്ടി പിൻവലിച്ചാൽ 1 ലിറ്ററിന്റെ മുകളിൽ 10 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോ പെട്രോളിനും ഡീസലിനും 10 രൂപ കുറഞ്ഞിട്ടാണ് ഇന്ന് മാർക്കറ്റിൽ ഇത് വിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇവിടുത്തെ ഒരു മീഡിയയും ഒരു മാധ്യമങ്ങളോ ഒരു ചാനലുകളോ ചർച്ച ചെയ്തില്ല, പറഞ്ഞില്ല. അത് വളരെ നിസാരമാക്കി വിട്ടു. ഇതാണ് ഇന്ന് നമ്മുടെ സംസ്കാരം.
ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വലിയ കേമന്മാരായി നടക്കുന്ന ഇവന്മാര് ഇത്തരം നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ യാതൊരു തരത്തിലുള്ള തയ്യാറെടുപ്പോ എടുത്തുചാട്ടമോ കാണിക്കാറില്ല. കുത്തിത്തിരിപ്പിന് വളരെ മുന്നോട്ട് ചാടി സകല വൃത്തികേടുകളും കാണിക്കാൻ ഇവരെന്നും മുന്നിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. യെസ്, എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങൾ പെട്രോൾ ഡീസൽ വില കുറഞ്ഞതിനെ സംബന്ധിച്ചുള്ള വാർത്തകളോ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുള്ള പതിവ് ബൈക്കുകളോ അത്തരം പ്രഹസനങ്ങളോ ഒന്നും തന്നെ നടത്തിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ജയശങ്കർ സാർ പറഞ്ഞതുപോലെ ഗ്യാസിന് വലിയ ക്ഷാമം നേരിടുന്നു, വലിയ ബുദ്ധിമുട്ടിലാണ് കേരളത്തിൽ, പിടിച്ചുകെട്ടാനാവാത്ത ബുദ്ധിമുട്ടുകളാണ് പൊതുജനങ്ങൾ നേരിടുന്നത് എന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കാനുള്ള ഒരു വ്യഗ്രത അന്ന് മാധ്യമങ്ങൾ കാണിച്ചിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.